ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എന്റെ പേരിൽ വന്നാലും തിരക്കേടില്ല. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു സ്ത്രീയെ, അതും 10-30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക, അതുപോലെ തന്നെ യാത്ര ചെയ്യുക, ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാമനിലയത്തിൽ ഞാനതിന്റെ കോപ്പി എടുത്തിട്ടുണ്ട്. വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ രാമനിലയത്തിൽ വരുന്നു, മുന്നോട്ട് നടക്കുന്നു. എന്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി, ഇടത്തോട്ട് നടന്നു, അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ രാധാകൃഷ്ണന്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. എന്റെ പത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം. തൊട്ടടുത്ത മുറിയിൽ സഖാവ് ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഓർമ്മയുള്ളവര് അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എന്റെ പത്രസമ്മേളനം, പഴയ പത്രസമ്മേളനം കിട്ടും.